നോട്ട് നിരോധനം 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ സാമ്പത്തിക ഉത്തേജക നടപടികൾ ഉണ്ടായേക്കും. പ്രതിഷേധം തണുപ്പിക്കാൻ പുതിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കുമെന്നാണ് സൂചന. നോട്ട് നിരോധനത്തിന്റെ താൽക്കാലിക ബുദ്ധിമുട്ടുകൾ അവസാനിക്കാൻ ചോദിച്ച സമയം ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിൽ ഏറെ ആകാംക്ഷയോടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനായി രാജ്യം കാത്തിരിക്കുന്നത്. ഡിസംബർ 30 പിന്നിട്ടിട്ടും ബാങ്ക് ഇടപാടുകൾക്കുള്ള നിയന്ത്രണം നീക്കുന്നതുൾപ്പെടെയുള്ള ഒരു പ്രഖ്യാപനവും വന്നില്ല. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരുമോ അതോ ഭാഗികമായോ പൂർണ്ണമായോ പിൻവലിക്കുമോ എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. ബാങ്കുകളിലും ATMകളിലും ആവശ്യത്തിന് പണമെത്താത്തതിനാൽ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്നും സൂചനയുണ്ട്. കാർഷിക കടാശ്വാസം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവ ഉണ്ടായേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. സാമ്പത്തിക ഉത്തേജക നടപടികളും പ്രഖ്യാപിച്ചേക്കും. ഡിജിറ്റൽ പണമിടപാടുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും നൽകും. അതേസമയം തിരിച്ചെത്തിയ അസാധു നോട്ടുകളുടെ കണക്ക്, പിടിച്ചെടുത്ത കള്ളപ്പണം തുടങ്ങിയ കണക്കുകളും പ്രധാനമന്ത്രി വിശദീകരിക്കേണ്ടി വരും. നോട്ട് നിരോധനം മൂലം രാജ്യത്തിനുണ്ടായ നേട്ടങ്ങൾ വിശ്വാസയോഗ്യമായ രീതിയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കനത്ത തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് മാറ്റത്തെ തുടർന്ന് രാജ്യത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പൊതുബഡ്ജറ്റിൽ നികുതി ഇളവ് നൽകേണ്ടി വരുമെന്ന് സൂചനകളുമായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. 2018 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അടുത്ത മാസം അവതരിപ്പിക്കും. തകർന്നടിഞ്ഞ കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകുന്നതിനോടൊപ്പം കോർപ്പറേറ്റ് ടാക്സുകളിലും ഇളവുണ്ടാകും. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട സമയം ഇന്നലെ അവസാനിച്ചതിനാൽ ഇനി പൊതുബഡ്ജറ്റിലൂടെ ജനരോഷം തണുപ്പിക്കാനാണ് ശ്രമം. നോട്ട് നിരോധനത്തിന്റെ താൽക്കാലിക ബുദ്ധിമുട്ടുകൾ അവസാനിക്കാൻ ചോദിച്ച സമയം ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിൽ ഏറെ ആകാംക്ഷയോടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനായി രാജ്യം കാത്തിരിക്കുന്നത്. ഡിസംബർ 30 പിന്നിട്ടിട്ടും ബാങ്ക് ഇടപാടുകൾക്കുള്ള നിയന്ത്രണം നീക്കുന്നതുൾപ്പെടെയുള്ള ഒരു പ്രഖ്യാപനവും വന്നില്ല. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരുമോ അതോ ഭാഗികമായോ പൂർണ്ണമായോ പിൻവലിക്കുമോ എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. ബാങ്കുകളിലും ATMകളിലും ആവശ്യത്തിന് പണമെത്താത്തതിനാൽ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്നും സൂചനയുണ്ട്. കാർഷിക കടാശ്വാസം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവ ഉണ്ടായേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. സാമ്പത്തിക ഉത്തേജക നടപടികളും പ്രഖ്യാപിച്ചേക്കും. ഡിജിറ്റൽ പണമിടപാടുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും നൽകും. അതേസമയം തിരിച്ചെത്തിയ അസാധു നോട്ടുകളുടെ കണക്ക്, പിടിച്ചെടുത്ത കള്ളപ്പണം തുടങ്ങിയ കണക്കുകളും പ്രധാനമന്ത്രി വിശദീകരിക്കേണ്ടി വരും. നോട്ട് നിരോധനം മൂലം രാജ്യത്തിനുണ്ടായ നേട്ടങ്ങൾ വിശ്വാസയോഗ്യമായ രീതിയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കനത്ത തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ഇന്ന് തന്നെ പിന്തുണയ്ക്കുന്ന MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് 12 മണിക്ക് അഖിലേഷ് പാർട്ടി അണികളെയും കാണും. ഭൂരിപക്ഷം MLA-മാരെ ഒപ്പം നിർത്തി മുഖ്യമന്ത്രി സ്ഥാനത്തിനും പാർട്ടി ചിഹ്നത്തിനും അവകാശവാദം ഉന്നയിക്കുകയാണ് അഖിലേഷിന്റെ തന്ത്രം. അതേസമയം അഖിലേഷിനെ പിന്തുണയ്ക്കുന്നവർ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം തുടരുകയാണ്. DMK പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി VK ശശികല ഇന്ന് സ്ഥാനമേൽക്കും. റോയപ്പേട്ടയിൽ MGRന്റെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചതിന് ശേഷം 11-ന് പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിലാണ് ശശികല ഔദ്യോഗിക പദവി ഏറ്റെടുക്കുക. സംസ്ഥാനത്തെ ഗതാഗത നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഓൺലൈൻ ടാക്സി സംവിധാനം. തിരക്കുള്ള സമയങ്ങളിൽ ഓൺലൈൻ ടാക്സികൾ സർചാർജായി അധിക തുക ഈടാക്കുന്നതായി വ്യാപക പരാതികളാണ് ഉയരുന്നത്. കൂലി വാങ്ങുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്ത് നിലവിലുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും ഓൺലൈൻ ടാക്സികൾക്ക് ബാധകമല്ല. ഓൺലൈൻ ടാക്സികളെ സംസ്ഥാനത്തെ ഗതാഗത നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഉപഭോക്താക്കൾ. സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന ഓട്ടോ ടാക്സികൾ യാത്രകൾക്ക് ഈടാക്കുന്നതിൽ നിന്ന് കുറച്ചു തുക ഈടാക്കി ജനങ്ങളെ വളരെ വേഗത്തിൽ ആകർഷിച്ച സംവിധാനമായിരുന്നു ഓൺലൈൻ ടാക്സി. എന്നാൽ ഓൺലൈൻ ടാക്സികൾക്ക് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാവുന്ന കൂലിക്ക് പരിധിയില്ല. കിലോമീറ്ററിന് 7 രൂപയിൽ തുടങ്ങി എത്ര രൂപ വേണമെങ്കിലും അവർക്ക് ഈടാക്കാം. ഇവരുടെ കൂലി നിയന്ത്രിക്കുന്നത് വിദേശ കമ്പനികളും. ഓൺലൈൻ ടാക്സികൾ സർചാർജ് കൂടി ഈടാക്കുക വഴി ഉപഭോക്താക്കളെ പിഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതിന് സർജ് പ്രൈസ് എന്ന പേര്, ഡൈനാമിക് പ്രൈസിംഗ് ഉൾപ്പെടെയുള്ള പേരുകൾ കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഇവ നടത്തുന്ന സർവീസ് ജനങ്ങളുടെ വലിയ പരാതിക്ക് കാരണമായതാണ്. ഇത്തരം പരാതികൾ വ്യാപകമായതോടെ ഓൺലൈൻ റേഡിയോ ടാക്സികളെ സംസ്ഥാന മോട്ടോർ വാഹന ചട്ടങ്ങളുടെ പരിധിയിൽ അതത് സംസ്ഥാനങ്ങൾ കൊണ്ടുവരണമെന്ന് വ്യക്തമാക്കി കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, ഡൽഹി, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഓൺലൈൻ ടാക്സികളെ നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞു.
ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാവുന്ന തുകയ്ക്ക് നിയന്ത്രണവും കൊണ്ടുവന്നു. ആപ്പ് അധിഷ്ഠിത ടാക്സി സേവനത്തെ സംബന്ധിച്ച് കേരളത്തിൽ നിലവിലുള്ള ഗതാഗത നിയമങ്ങളിലും ചട്ടങ്ങളിലും യാതൊന്നും പ്രതിപാദിച്ചിട്ടില്ലെന്നും ഓൺലൈൻ ടാക്സികൾക്കോ റേഡിയോ ടാക്സികൾക്കോ കേരളത്തിൽ എവിടെയും പ്രവർത്തനാനുമതി നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയാണിത്. പൂർണ്ണമായി നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ടാക്സി സംവിധാനത്തെ നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ അടിയന്തരമായ സർക്കാർ ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സർക്കാരിന്റെ കാർഷിക നയം വ്യക്തമാക്കി കൃഷിമന്ത്രി. കർഷകർക്ക് 3 ലക്ഷം രൂപ കൃഷിക്കായി വായ്പ ലഭ്യമാക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ഇടനിലക്കാരെ നിലയ്ക്ക് നിർത്താതെ ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടാകില്ലെന്നും മന്ത്രിയുടെ താക്കീത്. സംസ്ഥാനത്തെ കൃഷിക്കാരെ സംരക്ഷിക്കുന്ന ശക്തമായ സന്ദേശം വ്യക്തമാക്കിയാണ് ശീതകാല പച്ചക്കറി കൃഷി വിളയുന്ന കാന്തല്ലൂർ വട്ടവട പ്രദേശത്ത് കൃഷിമന്ത്രി VS സുനിൽകുമാർ തന്റെ 2ാം വട്ട സന്ദർശനം പൂർത്തിയാക്കിയത്. കർഷകരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വിളകൾ വാങ്ങി സർക്കാർ സംവിധാനത്തിലൂടെ മറിച്ചുവിൽക്കുന്ന ഏർപ്പാടിനെതിരെ ശക്തമായ താക്കീതും മന്ത്രി നൽകി. കൃഷിക്കാരിൽ നിന്നും വാങ്ങുന്നതിന് പകരം ഇടനിലക്കാരിൽ നിന്ന് വാങ്ങി അതിന് ഇരട്ടി വിലയ്ക്ക് VAPCക്ക് വിറ്റ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി മേലിൽ അത്തരമൊരു സന്ദർഭം ഇവിടെ ആവർത്തിക്കുകയില്ല എന്ന കാര്യം ഞാനിവിടെ ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തുണ്ടാവില്ല എന്ന കാര്യം കൂടി ആ ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൃഷിക്കാർക്ക് കൃഷി ഇറക്കുന്നതിന് വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നിലപാടും മന്ത്രി വ്യക്തമാക്കി. നിങ്ങൾക്ക് പണം ആവശ്യം വരും. നിങ്ങൾ ഇനി മേലാൽ ഇവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ആ JLG ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഇനി മേലാൽ കൃഷിക്ക് ആവശ്യമായ പൈസയ്ക്ക് വേണ്ടി വട്ടിപ്പരീക്ഷക്കാരന്റെ പായിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമായ ലോൺ 3 ലക്ഷം രൂപ വരെ ലോൺ ഇവിടെ 4% പലിശയ്ക്ക് കേരള ഗ്രാമീൺ ബാങ്ക് നിങ്ങൾക്ക് നൽകുകയാണ്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹരിത കാർഡുകൾ ഇന്നിവിടെ ബഹുമാനപ്പെട്ട MP വിതരണം ചെയ്യാൻ പോവുകയാണ്. ഈ ഹരിത കാർഡുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമായ തുക ലോണായി കിട്ടുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. 4% പലിശയ്ക്കാണ് ബാങ്ക് നിങ്ങൾക്ക് തരുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായ തുക അടച്ചാൽ ആ 4% തുക സർക്കാർ നിങ്ങൾക്ക് സബ്സിഡിയായി കൊടുത്തുകൊണ്ട് പലിശരഹിത വായ്പയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യം ഞാൻ പ്രത്യേകമായി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓണക്കാലത്ത് കർഷകരിൽ നിന്നും പച്ചക്കറി സംഭരിച്ച ഇനത്തിൽ സർക്കാർ കൃഷിക്കാർക്ക് നൽകാനുണ്ടായിരുന്ന ഇൻസെന്റീവും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാറപ്രം സമ്മേളനത്തിന്റെ 77ാം വാർഷികാഘോഷം പിണറായിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി ടൗൺ കേന്ദ്രീകരിച്ച് വൻ ബഹുജന പ്രകടനവും ചുവപ്പ് വളണ്ടിയർ മാർച്ചും നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ യോഗം നടന്ന പാറപ്രം സമ്മേളനത്തിന്റെ 77ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പിണറായിൽ ചുവപ്പ് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുയോഗവും നടന്നു. പിണറായി RC അമല ബേസിക് UP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പൊതുയോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ലോക ചരിത്രത്തിൽ എല്ലാ മനുഷ്യനെയും ഒരുപോലെ ഉപദ്രവിക്കാൻ പറ്റിയ വേറൊരു ഭരണാധികാരി ഉണ്ടാ? മോഡിയല്ലേ? നോട്ട് ഉപദ്രവിച്ചുണ്ടായ പ്രത്യേകത എല്ലാവരും ഉപദ്രവിച്ചു, ഒരാളെ ഒഴിവാക്കിയില്ല. ഇന്ത്യയുടെ പൊതുമേഖലാ ബാങ്കുകളുടെ ആകെ അടിത്തറ ഇളക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സമ്പദ്ഘടനയുടെ അടിയിളക്കിയിരിക്കുകയാണ്. മോഡിക്കെതിരെ ജനങ്ങൾ തെരുവിൽ പ്രതിരോധത്തിന്റെ ചങ്ങല തീർക്കുമ്പോ സ്വന്തം ഉടുമുണ്ട് സംരക്ഷിക്കാൻ കഴിയാത്ത ഗതികെട്ടവന്റെ പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നതാണ് ഈ രാജ്യത്തിന്റെ നാണക്കേട്. കമ്പനിമട്ട കേന്ദ്രീകരിച്ചും ബണ്ടാരക്കുറ്റി കേന്ദ്രീകരിച്ചും നടന്ന ജാഥകൾ പിണറായി ഓലിയമ്പലം ടൗണിൽ സംഗമിച്ചു. പൊതുസമ്മേളനത്തിൽ പാറപ്രം സമ്മേളനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഗ്രാമപത്രം പ്രകാശനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, നേതാക്കൾ KK നാരായണൻ, P. ബാലൻ, മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് ലഭിച്ചത് 70 ലക്ഷം രൂപയുടെ ഭൗതിക സാങ്കേതിക സഹായങ്ങൾ. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് അംഗങ്ങളായ 120ഓളം വിദ്യാർത്ഥികൾ 7 ദിവസങ്ങളിലായി നൽകിയ സേവനമാണ് ആശുപത്രിക്ക് മുതൽക്കൂട്ടായത്. വിദ്യാർത്ഥികളിൽ സേവന സന്നദ്ധത രൂപപ്പെടുത്തുന്നതിനും പുനർജനി എന്ന പേരിൽ നടപ്പാക്കിയ ഈ കൂട്ടായ്മ സഹായിച്ചു. ചുമരുകളുടെ പെയിന്റിംഗ് മുതൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വരെയുള്ള വിവിധതരം ഭൗതിക സാങ്കേതിക സേവനങ്ങളാണ് കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ 120ഓളം NSS യൂണിറ്റ് അംഗങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് ലഭ്യമാക്കിയത്. ചുമരുകൾ വൃത്തിയാക്കി പെയിന്റ് ചെയ്തു. പൊട്ടിപ്പൊളിഞ്ഞ് പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്തു. ബയോ മെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. വെൽഡിങ്ങും കട്ടിങ്ങും ഉൾപ്പെടെയുള്ള സാങ്കേതിക സേവനങ്ങളും ലഭ്യമാക്കി. ഇതിന്റെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുന്നതാകട്ടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് പാവപ്പെട്ട രോഗികൾക്ക്.
LBS എഞ്ചിനീയറിംഗ് കോളേജിലെ NSSലെ ടെക്നിക്കൽ വിഭാഗമാണ് ഈ പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്തത്. ആശുപത്രികളിലെ ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സാങ്കേതിക വൈദഗ്ധ്യം നേടിയ കുട്ടികളുടെ സഹായത്തോടു കൂടി കാസർഗോഡ് ആശുപത്രിയുടെ നില മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപ ഈ ഹോസ്പിറ്റലിൽ 70 ലക്ഷത്തോളം രൂപയുടെ മുതൽക്കൂട്ട് ഞങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന സേവനത്തിന്റെ ഫലമായി ആശുപത്രിക്ക് ലഭിച്ചത് 70 ലക്ഷത്തോളം രൂപയുടെ ഭൗതിക സാങ്കേതിക സഹായങ്ങളാണ്. പുനർജനി എന്ന പേരിൽ നടപ്പാക്കിയ ഈ സേവന പദ്ധതി നാടിന്റെ ശ്രദ്ധയാകർഷിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരികെ വാർത്തയിലേക്ക്. കൊല്ലം കരിങ്ങന്നൂരിൽ ബുധനാഴ്ച കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം ഇത്തിക്കരയാറ്റിൽ കണ്ടെത്തി. കരിങ്ങന്നൂർ അടിയറ പ്രശാന്ത് മന്ദിരത്തിൽ പ്രിയയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മരണത്തിന് ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും റോഡ് ഉപരോധിച്ചു. വെള്ളിനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK നിർമ്മലയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. സംഭവത്തിൽ BJP നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നു. മരിച്ച പ്രിയ കരിങ്ങന്നൂർ പുതുശ്ശേരി സ്വദേശി അരുൺ ബാബുവുമായി പ്രണയത്തിലായിരുന്നു. ഇരുവരുടെയും വീട്ടുകാർ തമ്മിൽ വിവാഹത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും രജിസ്റ്റർ വിവാഹം നടത്താനും തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം യുവാവിന്റെ സഹോദരിയും പിതാവും BJP നേതാക്കളുമായി പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിവാഹം നടത്തണമെങ്കിൽ സ്വർണവും പണവും നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതായി പ്രിയയുടെ പിതാവ് പറയുന്നു. തുടർന്ന് ബുധനാഴ്ച രാവിലെ അരുൺ ബാബുവിന്റെ പുതുശ്ശേരിയിലെ വീട്ടിലെത്തിയ പ്രിയയെ പിന്നീട് കാണാതാവുകയായിരുന്നു. പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കോഴിപ്പള്ളി പോലീസ് പരാതി നൽകിയിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടെയാണ് വെള്ളിയാഴ്ച രാവിലെ 9 പുതുശ്ശേരി വള്ളക്കടവിൽ മൃതദേഹം കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചതിനെ തുടർന്ന് കൊട്ടാരക്കര DYSPയുടെ നേതൃത്വത്തിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. മരണത്തിന് ഉത്തരവാദികളായ അരുൺ ബാബുവിനെയും അയാളുടെ പിതാവ്, സഹോദരി എന്നിവരെയും BJP നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കൊണ്ടുവന്ന മൃതദേഹവുമായി വൈകിട്ട് 6 പെൺകുട്ടിയുടെ ബന്ധുക്കളും വെളിനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK നിർമ്മലയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ എഴുകോൺ CIയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി നേതാക്കളും നാട്ടുകാരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ ഉടൻ പിടികൂടാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് 7 ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് പ്രിയയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിന്റെ അടുത്ത ബന്ധുക്കളെയും BJP പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കൊല്ലം. താമസ സ്ഥലത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തുകയും ലഹരി വസ്തുക്കൾ കൈവശം വെക്കുകയും ചെയ്ത കേസിൽ ഒരു വനിത ഉൾപ്പെടെ 2 വിദേശികളെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഈജിപ്ഷ്യൻ പൗരൻ മുഹമ്മദ് ആദിൽ ഹസൻ, ഇയാളുടെ സുഹൃത്ത് ജർമ്മൻ സ്വദേശിനി വുൾറിക് റിച്ചർ എന്നിവരാണ് അറസ്റ്റിലായത്. താമസ സ്ഥലത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തുകയും ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുകയും ചെയ്ത കേസിൽ ഒരു വനിത ഉൾപ്പെടെ 2 വിദേശികളെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. ഈജിപ്ഷ്യൻ പൗരൻ മുഹമ്മദ് ആദിൻ ഹസൻ, ഇവരുടെ സുഹൃത്ത് ജർമ്മൻ സ്വദേശിനി വാൾറിക് റിച്ചൽ എന്നിവരാണ് അറസ്റ്റിലായത്. തേക്കടി ബൈപ്പാസ് റോഡിൽ ഇവർ താമസിച്ചിരുന്ന ക്രിസിസ് കഫേയിൽ നിന്നും 4 മാസത്തോളം പ്രായമുള്ള 5 കഞ്ചാവ് ചെടികളും 90 ഗ്രാം ആഷിഷ് ഓയിലും 90 ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത്. വിദേശ ഇനം കഞ്ചാവ് ചെടികൾക്ക് 40 മുതൽ 70 സെന്റിമീറ്റർ വരെ ഉയരമുണ്ട്. ചെടിച്ചട്ടികളിൽ നന്നായി പരിപാലിച്ചാണ് ഇവ വളർത്തിയിരുന്നത്. ഒരു കുപ്പിയിലാണ് ആഷിഷ് ഓയിൽ സൂക്ഷിച്ചിരുന്നത്. ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ 1 ലക്ഷം രൂപയും കഞ്ചാവിന് 2000 രൂപയും വിലമതിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിദേശികൾക്ക് മാത്രം താമസിക്കുന്നതിന് സൗകര്യം നൽകുന്ന ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് ക്രിസിസ് കഫേ. ഇവിടെ ജീവനക്കാർ അല്ലാത്തവർക്ക് പ്രവേശനമില്ല. കഴിഞ്ഞ 14 വർഷമായി മുഹമ്മദ് ആദിൻ ഹസൻ ഇതിന്റെ മാനേജരായി പ്രവർത്തിച്ചു വരികയാണ്. ഇവിടെ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഏതാനും നാളുകളായി ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ സ്ഥാപനം. ഇന്നലെ പീരുമേട് കോടതിയിൽ നിന്നും സെർച്ച് വാറണ്ട് സമ്പാദിച്ചാണ് ഇവിടെ പരിശോധന നടത്തിയത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ KA നെൽസൺ, പീരുമേട് CA VA സലീം തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇന്നലെ രാത്രി തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. വിദേശികൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടി ഇവരെ അറസ്റ്റ് ചെയ്ത വിവരം ആഭ്യന്തര വകുപ്പിനെയും വിദേശകാര്യ വകുപ്പിനെയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടക്കുന്ന DYFI ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കൃഷിയിറക്കിയ നെൽപ്പാടത്ത് നാടിന് ആഘോഷമായി കൊയ്ത്തുത്സവം. അങ്കമാലി ഐരൂരിലെ 1 ഹെക്ടർ ജൈവ നെൽപ്പാടത്തെ വിളവെടുപ്പാണ് നാടിന്റെ ആകെ ഉത്സവമായി മാറിയത്.
അയിരൂർ ഒടിയപ്പാടം പാടശേഖരം സാക്ഷ്യം വഹിച്ചത് വ്യത്യസ്തമായ ഒരു കാർഷികോത്സവത്തിനായിരുന്നു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധികൾക്ക് ഭക്ഷണമൊരുക്കുന്നതിനായി പ്രവർത്തകർ നടത്തിയ ജൈവ നെൽകൃഷിയുടെ വിളവെടുപ്പായിരുന്നു അത്. ഒരു നാടൊന്നാകെ കൊയ്ത്തുത്സവം ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. 1 ഹെക്ടർ പാടത്ത് പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. രാഷ്ട്രീയ ഭേദമന്യേ വിളവെടുപ്പ് ഏറ്റെടുത്ത കർഷകർ അതൊരു ഉത്സവമാക്കി മാറ്റി. മുൻ എം പി പി രാജീവ്, എം സ്വരാജ് തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി. യുവജനങ്ങൾക്കിടയിൽ ജൈവ കൃഷിയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവും സംഘാടകർ മുന്നോട്ട് വയ്ക്കുന്നു. പുതിയ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് നൽകുകയും ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന വിവിധ തരത്തിലുള്ള ഉദ്ദേശങ്ങളാണ് ഈ സംഘാടനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ തെളിവാണ് ഈ അഭൂതപൂർവമായ ജനപങ്കാളിത്തം. സെപ്റ്റംബർ 12-നായിരുന്നു അയിരൂർ പാടശേഖരത്ത് ആഘോഷപൂർവ്വം ഞാറുനട്ടത്. വളമിടാനും കളപറിക്കാനും കൃഷി നശിപ്പിക്കാനെത്തിയ കീടങ്ങളെ തുരത്താനും ഒരു നാടൊന്നാകെ ഒന്നിച്ചു നിന്നു. ജൈവകൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാണ് തരുന്നത്, കൂടുതൽ ആവേശമാണ് തരുന്നത്. അങ്ങനെ ഒരു നാട് ഒന്നിച്ച് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് കാർഷിക മേഖലയ്ക്ക് വ്യത്യസ്തമായ ആവേശകരമായൊരു അനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDF പാനലിന് വൻ വിജയം. ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വോട്ടെണ്ണൽ നടന്നത്. UDF കാലത്ത് ചേർത്ത അംഗങ്ങളുടെ വോട്ട് പ്രത്യേകം എണ്ണി തിട്ടപ്പെടുത്തിയെങ്കിലും LDF പാനൽ തന്നെ വിജയിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് ശിശുക്ഷേമ സമിതി ഭരണസമിതി LDF പാനൽ വിജയിക്കുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ചേർത്ത അംഗത്വത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് ശിശുക്ഷേമ സമിതിയിലേക്കുള്ള വോട്ടെണ്ണൽ നടന്നത്. ഈ കഴിഞ്ഞ ജൂലൈ 16-ന് വോട്ടെടുപ്പ് നടന്നുവെങ്കിലും വോട്ടെണ്ണൽ ഹൈക്കോടതി വിലക്കിയിരുന്നു. നിയമാനുസൃതം അധികാരത്തിലിരുന്ന ഭരണസമിതിയെ പിരിച്ചുവിട്ട് കഴിഞ്ഞ UDF സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം പ്രഖ്യാപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തർക്കമുള്ളതുമില്ലാത്തതുമായ അംഗങ്ങളുടെ വോട്ട് പ്രത്യേകം ബാലറ്റ് പെട്ടികളിൽ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. ഇതിനെതിരെ മുൻ ജനറൽ സെക്രട്ടറി സുനിൽ സി കുര്യൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി സ്റ്റേ ആവശ്യം നിരാകരിച്ചു. പുതിയ ജനറൽ സെക്രട്ടറിയായി CPIM നേതാവ് SP ദീപക് തെരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാം വൈസ് പ്രസിഡന്റായി അഴീക്കോടൻ ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിയായി PS ഭാരതി, ട്രഷററായി G രാധാകൃഷ്ണൻ, 3 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയിച്ച LDF അംഗങ്ങൾ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പുതിയ ഭരണസമിതി ജനുവരി 3-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുരോഗമന കലാസാഹിത്യ സംഘം MT വാസുദേവൻ നായർക്ക് ഐക്യദാർഢ്യമായി തിരുവനന്തപുരത്ത് കൂട്ടായ്മ നടത്തി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഭയരഹിത ജീവിതത്തിനും വിലങ്ങുതടിയാകുന്ന സംഘപരിവാർ ഫാസിസത്തിനെതിരെയായിരുന്നു കൂട്ടായ്മ. സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടന്ന ഐക്യദാർഢ്യ കൂട്ടായ്മ കവി പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്തു. നിരവധി സാംസ്കാരിക പ്രവർത്തകരും കൂട്ടായ്മയിൽ പങ്കെടുത്തു. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിനിക്ക് വധഭീഷണി. നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. ആലുവയിൽ നിന്ന് ശ്യാം കൃഷ്ണൻ എന്നയാളുടെ പേരിലായിരുന്നു ഭീഷണി.